മോദി അമിത്ഷാ പറഞ്ഞതാണ് ഉള്ളത് പ്രൂവായി. അതെ. ഛത്തീസ്ഗഡില് അവർക്ക് നമ്മുടെ കന്യാസ്ത്രീകൾക്ക് ബെയിൽ കിട്ടി. ഇന്നലെ ബെയിൽ റിസർവ് ചെയ്ത് വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു. ഇന്നലെ തന്നെ അവർ അപ്പോൾ കറക്റ്റായിട്ട് ജഡ്ജ്മെന്റ് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. ഇന്ന് അവർക്ക് ബെയിലും കൊടുത്തു. അപ്പൊ ഇനിയിപ്പോൾ എന്ത് പറയും? ഇവിടെ മുദ്രാവാക്യം വിളിച്ച ആൾക്കാർ അവർക്ക് എന്ത് പറയാനുണ്ട്? എനിക്ക് തോന്നുന്നു ഇന്നിനി ചാനൽ ചർച്ചകളിൽ അവർ പറയും, ചാനലിലെ പ്രത്യേകിച്ച് റിപ്പോർട്ടർ ചാനലിലെ ശ്രദ്ധയിൽപ്പെടുത്തിക്കാട് അവരെ എടുത്തു പറയണം. കാരണം അവരാണ് ഘോരമായി BJPക്കെതിരെ പ്രസംഗിച്ച് ഛത്തീസ്ഗഡിലെ കോൺഗ്രസ്, ഇത് ഞാൻ പറയുന്നതല്ല, അവിടുത്തെ ആളുകൾ ഉൾപ്പെടെ ഇവിടുത്തെ വിവരമുള്ള ആളുകൾ പറയുന്നതാണ്. ഛത്തീസ്ഗഡിലെ പ്രതിപക്ഷമായ കോൺഗ്രസ് പോലും ഈ വിഷയത്തിൽ ഇതുവരെ ഇടപെട്ടിട്ടില്ല. അവിടുത്തെ കോൺഗ്രസ് ഒരു മുഖ്യമന്ത്രിയെയും കണ്ടിട്ടില്ല. ഇത് പറഞ്ഞത് റിപ്പോർട്ടർ ചാനലിലെ ജിമ്മി ജെയിംസ് പറഞ്ഞ വാക്കുകളാണ്. അദ്ദേഹമാണ് ഇതിരുന്ന് അദ്ദേഹത്തിൻ്റെ ചാനലിരുന്ന് പറഞ്ഞതാണ്. ഛത്തീസ്ഗഡിലെ പ്രതിപക്ഷമായ കോൺഗ്രസ് അവിടെ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടില്ല. അവിടുത്തെ പ്രതിപക്ഷ നേതാവ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു മാധ്യമങ്ങളോട് സംസാരിച്ചിട്ടില്ല. ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ അദ്ദേഹം ഒന്നും പറയാൻ തയ്യാറായിട്ടുമില്ല. റിപ്പോർട്ടർ ചാനലിൻ്റെ പ്രതിനിധി 2 മണിക്കൂറാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി നിന്നത്. എന്നിട്ട് ഒരു ബൈറ്റ് കൊടുക്കാൻ അദ്ദേഹം തയ്യാറായില്ല എന്നാണ് പറയുന്നത്. പക്ഷെ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഇവിടുത്തെ എല്ലാവരും പോയല്ലോ. ഇവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. വയനാട് ചൂരൽമല, പിന്നെ തീരദേശ നിവാസികളുടെ പ്രശ്നങ്ങൾ, സാമൂഹ്യക്ഷേമ പെൻഷൻ കിട്ടുന്നില്ല, പിന്നെ ജനങ്ങളുടെ ജീവിതം വളരെ ദുരിതത്തിലും ബുദ്ധിമുട്ടിലുമാണ്, സ്കൂൾ കെട്ടിടങ്ങൾ ഇടിഞ്ഞു വീഴുന്നു. അപ്പോൾ വലിയ പ്രശ്നം. ഈ പ്രശ്നങ്ങളൊന്നും കാണാത്ത നമ്മുടെ MP AA റഹീം ഉൾപ്പെടെയുള്ളവർ അവിടെ ചെന്ന് കിടന്ന് അഴിഞ്ഞാട്ടം നടത്തുന്നത് കണ്ടാൽ, അതായത് ഇവരുടെയൊക്കെ ഇത്രയേ ഉള്ളൂ, സിമ്പിൾ ഇത്രയേ ഉള്ളൂ. ഇവരുടെ പേടി BJPയോട് ക്രിസ്ത്യാനികൾ അടുക്കുന്നുണ്ടോ, ന്യൂനപക്ഷങ്ങളായ ക്രിസ്ത്യാനികൾ BJPയോട് അടുക്കുന്നുണ്ടോ? അങ്ങനെ ഉണ്ട് എങ്കിൽ അതിനെ തകർക്കുക, അതിനെ ഇല്ലാതാക്കി വെക്കുക. അവർക്ക് കൂടുതൽ വോട്ട് കിട്ടുമോ, അവരേതെങ്കിലും ഒരു സീറ്റ് പിടിക്കുമോ, അവർക്ക് കെട്ടിവെച്ച കാശ് പോകുമോ, ഇതൊക്കെ അറിയണം. ഇതിൽ സംഗതി എന്ന് വെച്ചാൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ പ്രോപ്പർലി അതിന് പോലും സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോഴേക്കും കാര്യങ്ങൾ കൈവിട്ടു പോയി, അവരെ ഉപദ്രവിച്ചു. ഇത്ര ദിവസം 9ാമത്തെ ദിവസം അപ്പൊ പ്രശ്നങ്ങളായി. ഇപ്പൊ ഇവർക്ക് ജാമ്യം കൊടുത്തിരിക്കുന്നതിന്റെ സംഭവം എന്താണെന്നറിയാം? ഇവർ രണ്ടുപേരുടെയും പാസ്പോർട്ട് വാങ്ങി വെച്ചിട്ടുണ്ട്. പിന്നെ 50,000 രൂപ വീതം രണ്ടുപേരും കെട്ടിവെക്കണം, 2 പേരുടെ ഷുവർട്ടി. ഇതിൽ ഇത്രയുമാണ് അവര് NIA കോർട്ട് അത് സ്വാഭാവിക ജാമ്യം കൊടുക്കാൻ. ഇതൊക്കെ ആണെങ്കിൽ പോലും ഇത്രത്തോളം എത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടായില്ലേ? ശരിയാണ്, ബജ്രംഗ് ദൾ ആവശ്യമില്ലാതെ ഇടപെട്ടു, പ്രശ്നം ഇത്രയും വഷളാക്കിയതാണ്. പിന്നെ ഇതിപ്പോ മനുഷ്യക്കടത്താണോ ഇല്ലയോ ഒന്നും കാര്യമായിട്ട് പറയാൻ പറ്റില്ല. കാരണം ഈ പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറഞ്ഞ മാതിരി ദാരിദ്ര്യം സഹിക്കാൻ വയ്യാതെ ജോലിക്ക് വേണ്ടി വന്ന പെണ്ണുങ്ങളാണ്. അപ്പൊ അവർക്ക് ആരെവിടെ എന്ത് പറഞ്ഞാലും അവരത് ചെയ്യും. ആദ്യം പറഞ്ഞ് അത് തിരുത്തി പറഞ്ഞു, ഇവരുടെ ഫേവറിൽ പറഞ്ഞു, എന്തൊക്കെയായാലും ശരി, സംഗതി ബെയില് കിട്ടി അല്ലേ? അഞ്ജലി ചേച്ചിക്ക് ഓർമ്മയുണ്ട്, ഇവിടെ വഖഫ് ഭൂമി പിടിച്ചെടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ക്രിസ്ത്യാനികളും മുസ്ലിംസും ഒക്കെ, മുസ്ലിങ്ങൾ കുറച്ചേ ഉള്ളൂ, ക്രിസ്ത്യാനികൾ ഉൾപ്പെടെയുള്ളവർ ഇവിടെ നമ്മുടെ കൊച്ചിയിൽ ഒരു പിന്നെ സ്ഥലത്തിൻ്റെ പേര് ഞാനിപ്പോൾ വിട്ടു, ചെല്ലാനോ ആണെന്ന് തോന്നുന്നു, എൻ്റെ ഓർമ്മ ശരിയല്ലെങ്കിൽ പ്രേക്ഷകർ ക്ഷമിക്കുക, ഒരു വലിയ സമരം നടത്തി. ഇപ്പോഴും അവിടെ ഉണ്ട് എന്ന് തോന്നുന്നു ആ സമരം. അതായത് അവരുടെ ഭൂമിയൊക്കെ ഒരു ദിവസം അങ്ങ് വഖഫ് കൊണ്ടുപോയി, വഖഫ് ഏറ്റെടുത്തു. ഒരൊറ്റ ക്രിസ്ത്യൻ പിന്നെ MP-മാരോ MLA-മാരോ അല്ലെങ്കിൽ ഇവിടത്തെ പിന്നെ പ്രതിപക്ഷത്തിരിക്കുന്ന അല്ലെങ്കിൽ ഭരണപക്ഷത്തിരിക്കുന്ന ഏതെങ്കിലും ഒരു ജനപ്രതിനിധി അവിടെ പോയി അവർക്ക് വേണ്ടി വാദിക്കുകയോ അവർക്ക് വേണ്ടി സംസാരിക്കുകയോ അവരോടൊപ്പം നിൽക്കുകയോ ചെയ്തിട്ടുണ്ട്. ആ ബില്ല് കൊണ്ടുവന്നത് വഖഫിൻ്റെ ഭൂമിക്ക് തീർപ്പാക്കണമെങ്കിൽ അതിനെ പുറത്തുനിന്ന്, മുസ്ലിം സമുദായത്തിന് പുറത്തുനിന്ന് ഒരാൾ ആ സമിതിയിൽ വേണമെന്ന് പറഞ്ഞ് ആ ബില്ല് കൊണ്ടുവന്നത് BJPയാണ്. അവർക്കൊപ്പം നിന്നതും ആ ബില്ല് പാസ്സാക്കാനായുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തതും ഷോൺ ജോർജ് അടക്കമുള്ള BJPയുടെ പ്രതിനിധികളാണ്, നേതാക്കളാണ്. അപ്പം ഈ ക്രിസ്ത്യൻസിനെയൊക്കെ എവിടെ പോയിരുന്നു? ജോർജ് കുര്യൻ, സുരേഷ് ഗോപി അടക്കമുള്ളവർ അവിടെ പോയി അവരോട് കണ്ട, അവരിത് പാർലമെന്റിൽ സംസാരിച്ചു. അവരിതിന് കൃത്യമായ ഒരു നിലപാട് അവർക്ക് വേണ്ടിയിട്ട് അവർക്ക് നീതി വാങ്ങി കൊടുക്കുമെന്ന് പറഞ്ഞു. അന്ന് ഈ MP-മാരെ, ഈ ഛത്തീസ്ഗഡിലെ പിന്നെ ഇവിടെ നിന്ന് ഫ്ലൈറ്റും പിടിച്ചു പോയ MP-മാരെ ഒന്നും ഈ എറണാകുളത്ത് ഈ വഖഫ് ഭൂമി ഏറ്റെടുത്ത സമയത്ത് കണ്ടില്ലല്ലോ. അപ്പോൾ കൃത്യമായ അജണ്ടയുണ്ട്. അത് ഛത്തീസ്ഗഡിലില്ല.
ഛത്തീസ്ഗഡിൽ ഇല്ലാത്തോണ്ടല്ലേ അടുത്ത കോൺഗ്രസ് പോലെ അതിലിടപെടാത്തത്. കേരളത്തിൽ കുറച്ച് മാധ്യമങ്ങൾക്കും കുറച്ച് LDF UDF ആളുകൾക്കും കൃത്യമായ അജണ്ടയുണ്ട്. BJP ക്രിസ്ത്യാനികൾക്കൊപ്പം, ക്രിസ്ത്യാനികൾ BJPക്കൊപ്പം നിൽക്കുമോ, അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ അടുത്ത അസംബ്ലിയിൽ BJPക്ക് സീറ്റ് കിട്ടും. അത് ഇവർക്ക് വലിയ തിരിച്ചടിയാകും. കാരണം BJPക്ക് സീറ്റ് കിട്ടിയില്ലെങ്കിൽ BJP 0 എന്ന് പറയാൻ കാത്തിരിക്കുന്ന ഒരുപാട് മാധ്യമ പ്രവർത്തകരുണ്ട് ഇവിടെ. അപ്പൊ അവർക്ക് ഇത് വലിയ നാണക്കേടാവും BJPക്ക് ഒരു സീറ്റെങ്കിലും കിട്ടിയാൽ. കാരണം തൃശ്ശൂര് സുരേഷ് ഗോപി ജയിക്കില്ല എന്ന് ആണായിട്ട് പറഞ്ഞ മാധ്യമ പ്രവർത്തകർ ഇവിടെ ഉണ്ട്. ഇപ്പൊ തലയും മുണ്ടിട്ട് നടക്കുന്നില്ലെന്നേ ഉള്ളൂ, ആണായിട്ട് പറഞ്ഞവരുണ്ട് ഇവിടെ. അതിന്റെയൊക്കെ വീഡിയോസ് ഇടയ്ക്കിടയ്ക്ക് അവരെ കുത്തിക്കൊണ്ട് ഇറങ്ങാറുണ്ട്. പക്ഷേ തൃശ്ശൂർ അവസാനം BJP എടുത്തു. തൃശ്ശൂർ അങ്ങനെ ഞങ്ങൾക്കാർക്കും വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞവർ ഇപ്പോൾ സിനിമയിൽ പോലും കാണാറില്ല. ഇന്ത്യ ചോദിച്ചിട്ട് കൊടുത്തില്ല, പിന്നെയല്ലേ തൃശ്ശൂർ എന്ന് ചോദിച്ചവരെ പോലും നമ്മളിപ്പോൾ ഒരു സിനിമയിലും കാണാറില്ല. അതാണ് അവസ്ഥ. BJP നേടിയെടുക്കണമെന്ന് പറഞ്ഞാൽ നേടിയെടുത്തിരിക്കും. ഇവിടെ അവർക്ക് ഇതിപ്പോ ഛത്തീസ്ഗഡിൽ നടക്കുന്ന സംഭവം എനിക്ക് തോന്നുന്നു കഴിഞ്ഞ മാസം 31 ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് മുന്നേ അഡ്വക്കേറ്റ് ജയശങ്കർ സാറ് പറഞ്ഞതാണ്, ഹിന്ദു പത്രം, അതായത് പിന്നെ ഏറ്റവും കൂടുതൽ ഹിന്ദു വിരുദ്ധതയുള്ള പത്രമാണോ എന്ന് എനിക്കറിയില്ല, ദി ഹിന്ദു, ആ ഹിന്ദുവിൽ വന്ന ഒരു എഡിറ്റോറിയൽ ലേഖനത്തിൽ അദ്ദേഹം പറയുന്നത് 14 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ ഛത്തീസ്ഗഡിൽ നിന്ന് സിനിമയിൽ അഭിനയിപ്പിക്കാം, സാമ്പത്തിക ഭദ്രത ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞ് പ്രണയം നടിച്ചു കൊണ്ടുപോവുകയാണ്. എന്നിട്ട് ക്രൂരമായ ബലാത്സംഗത്തിന് ഇടയാക്കുന്നു. പിന്നീട് ആ പെൺകുട്ടി തിരിച്ച് വീട്ടിൽ വരുമ്പോൾ അവളുടെ ജീവിതം മുഴുവൻ മാറിയിരിക്കുകയാണ്. ഇതുപോലെ അനേകം പെൺകുട്ടികളെ പ്രണയം നടിച്ചും തൊഴിൽ വാങ്ങിക്കൊടുക്കാമെന്ന് പറഞ്ഞും അല്ലാതെയുമൊക്കെ ഈ ആദിവാസി ഗോത്ര വിഭാഗങ്ങളിൽ നിന്ന്, അതായത് ഈ അങ്ങനത്തെ ഏരിയ അവിടെ നിന്ന് ഈ പെൺകുട്ടികളെ കടത്തിക്കൊണ്ടു പോകുന്നു. അതിന്റെ വിവരങ്ങൾ അടക്കമാണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് മുൻപ് ഈ എഡിറ്റോറിയൽ പേജിൽ വന്ന കാര്യത്തെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. ഛത്തീസ്ഗഡ്, ഒഡീഷ, ബീഹാർ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ഇത് നടക്കുന്നത്. അപ്പോ അവിടെ ഉള്ളവർക്ക് ഇത് കൃത്യമായിട്ട് അറിയാം. അവിടെ മനുഷ്യക്കടത്ത് നടക്കുന്നുണ്ട്, അവിടെ മതപരിവർത്തനം നടക്കുന്നുണ്ട്, അവിടെ സ്ത്രീകൾക്ക് സാമ്പത്തിക ഭദ്രത ഇല്ലാത്തവരെ പണം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിച്ച് മതം മാറ്റുന്നുണ്ട്. ഇത് അവിടെ ഉള്ളവർക്ക് കൃത്യമായി അറിയാം. ഇത് അറിഞ്ഞുകൊണ്ടിട്ടാണ് ഇവിടെ ഇരുന്ന് കുറെ എണ്ണം ചിലക്കുന്നത്. പിന്നെ BJP മറ്റേ ക്രിസ്ത്യൻ സമുദായത്തിൽ ഇനി സഭയോടാണ് ചോദ്യം. ഒരു ലേഡി ഇരുന്ന് ചോദിക്കുന്നതാണ്, ഇനി സഭയോടാണ് ചോദ്യം, നിങ്ങൾ BJPക്ക് വോട്ട് ചെയ്യുമോ? നിങ്ങൾ BJPക്ക് വോട്ട് അവരെ കൊണ്ട് വോട്ട് ചെയ്യില്ല എന്ന് പറയിപ്പിക്കണം. കാരണം അവരത് പറയുമ്പോൾ അത് കേട്ട് നിൽക്കുന്ന കുറെ ക്രിസ്ത്യൻ സമുദായത്തിലെ ആൾക്കാരുണ്ട്, സഭയിലുള്ളവരുണ്ട്, ക്രിസ്ത്യൻ മിഷണറിമാരുണ്ട്, കുറെ കന്യാസ്ത്രീകളുണ്ട്. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ലേ, ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഈ സമയത്ത് തന്നെ കൃത്യമായിട്ട് ഇത് പൊങ്ങി വരണമെങ്കിൽ അതിന് പുറകെ ഒരു അജണ്ട ഡെഫിനറ്റ്ലി ഉണ്ടാവും. തീർച്ചയായും ഈ പറഞ്ഞ മാതിരി തന്നെ പൊളിറ്റിക്കൽ അജണ്ട തന്നെയാണ്, വേറെ ഒന്നുമല്ല. ഇത് വരാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ BJP എവിടെയെങ്കിലും 3-4 സീറ്റ് പിടിക്കുമോ അതിന്റെ ഭയം ഇപ്പോഴേ ഇടതുപക്ഷ വലതുപക്ഷ മാധ്യമങ്ങൾക്ക് ഇളകി. അവർക്ക് ഇതെന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇരിക്കുന്ന സമയത്താണ് ഒരു പിന്നെ വീണ് കിട്ടിയ ഒരു കച്ചിത്തുരുമ്പ് എന്ന് പറയും പോലെ 2 കന്യാസ്ത്രീകൾ ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായി, അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു. ഇവിടെ എത്ര സ്ത്രീകൾ ഇവിടെ ബലാത്സംഗം ചെയ്യപ്പെടുന്നു, എത്ര ആളുകൾ ഇവിടെ ക്രൂരമായി ഇതിനൊക്കെ വാദിക്കാനും ഇതൊക്കെ പറയാനും ഈ കാര്യങ്ങളിലൊക്കെ എന്താ പറയുക തീർപ്പുണ്ടാക്കാനും ഒക്കെ ഇവിടെ ഉള്ളവർ ശ്രമിക്കുന്നുണ്ടോ? ഇത് 2 ഹിന്ദു പിന്നെ എന്താ പറയുക പിന്നെ സന്യാസിമാരായിരുന്നുവെങ്കിൽ അവർ 3 പെൺകുട്ടികളെയും കൊണ്ടുപോയതാണെങ്കിൽ ഛത്തീസ്ഗഡ് ഭരിക്കുന്നത് അപ്പോൾ ഛത്തീസ്ഗഡിൽ മതം മാറ്റവും മതപരിവർത്തനവും മനുഷ്യക്കടത്തും ഉണ്ടാകും. ഇത് BJP സന്യാസിമാരായിരുന്നുവെങ്കിൽ, ഇത് ക്രിസ്ത്യാനികളുടെ കന്യാസ്ത്രീകളായതുകൊണ്ടാണ് ഛത്തീസ്ഗഡിൽ അങ്ങനെ ഒരു സംഭവമില്ല, അവർ കൊണ്ടുവന്നത് അങ്ങനെയല്ല എന്ന് പറയുന്നത്. ഈ നാണം കെട്ടതിനെ മാധ്യമ പ്രവർത്തനം എന്ന് വിളിക്കാൻ പറ്റില്ല. ഈ അച്ഛനെ കയറി കൊച്ചാന്ന് വിളിക്കുന്നതിനെ എന്താ തന്തയില്ലായ്മയെന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ.